എൻ്റെ പൊന്നോ, ഞാനൊരു പടം കണ്ടുകൂടി രക്ഷപ്പെട്ടു വന്നു ഗൈസ്. ആദ്യം തന്നെ പറയാം, ഞാൻ സാധാരണ റിവ്യൂ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പ്ലോട്ട് പറഞ്ഞ് പോസിറ്റീവ്സും നെഗറ്റീവ്സും പെർഫോമൻസും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു രീതി. സത്യം പറയാലോ, ഈ ഒരു പടത്തിന് വേണ്ടി അങ്ങനെയൊന്നും മെനക്കെട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഡർബി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു ഗൈസ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സജിൽ മാമ്പാടാണ്. അതുപോലെ ഇത് റിട്ടേൺ ബൈ എന്ന് പോസ്റ്ററിൽ കാണുന്നത് സുഹ്റു സുഹറ, അമീർ സുഹൈൽ എന്നിവർ ചേർന്നാണ്. എന്താണ് ഈ പടം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. 3 കൊല്ലത്തെ കുറച്ച് പിള്ളേരുടെ ക്യാമ്പസ് ജീവിതം അങ്ങനെ എന്തോ ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഉള്ളത് പറയാമല്ലോ, ഒരു 2.25 മണിക്കൂർ അൺസഹിക്കബിൾ ടോർച്ചറിങ് കണ്ടിറങ്ങിയ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. ലാസ്റ്റ് ആ ടൈറ്റിൽ കാണിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ടൈറ്റിൽ കാണിച്ചതും രക്ഷപ്പെട്ട തിയേറ്ററിൽ നിന്ന് ഓടുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ധ്യാൻ ശ്രീനിവാസന്റെ വക ഭീഷ്മർ എന്നൊരു പടം വന്നായിരുന്നു. അത് ഞാൻ കോമഡി ആയിട്ട് ട്രോളിയാണ് റിവ്യൂ ചെയ്ത് വിട്ടത്. അങ്ങനെ ട്രോളാനുള്ള ഒരു ഫീലെങ്കിലും ആ പടം തരുന്നുണ്ടായിരുന്നു. ആ പടം വരെ ഇതിനേക്കാൾ ബെറ്റർ ആണ്. ഈ സിനിമയൊന്നും സത്യം പറഞ്ഞാൽ ട്രോൾ ചെയ്യാൻ പോലും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. ട്രോള് പോലും അർഹിക്കുന്നില്ല. ക്യാമ്പസ് ചിത്രം എന്ന് പറഞ്ഞ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചേക്കാണ്. നമ്മളാരും കോളേജിൽ പഠിച്ചിട്ടില്ലാത്ത പോലെ അല്ലെങ്കിൽ ക്യാമ്പസ് ഒന്നും കണ്ടിട്ടില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഭൂലോകത്തൊന്നും ഇല്ലാത്ത ഒരു ക്യാമ്പസ്. പഠിത്തം ഒഴിച്ച് ബാക്കി എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ആർട്സ് ഡേ, ഫ്രഷേഴ്സ് ഡേ, ഫുഡ് ഫെസ്റ്റിവല്, സിനിമാ ഷൂട്ടിങ്, ഓണാഘോഷം, ട്രിപ്പ്, പിന്നെ മിനിറ്റിന് സിഗരറ്റ് വലി, വെള്ളമടി, ഒരു 8-10 പാട്ട്, പുട്ടിന് വീര പോലെ കുറച്ച് ക്രിഞ്ച് പ്രേമം, ഒരു കാര്യവും ഇല്ലാതെ കുറച്ച് അടി, ഒരൊറ്റ സീനിൽ പോലും ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നത് പടത്തിൽ കാണിക്കുന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പല ആൾക്കാരും പണ്ട് മുതൽ സ്വപ്നം കണ്ട ആ ഒരു കിനാശ്ശേരി, ആ ഒരു ക്യാമ്പസ്. ഓഹാ, തുടക്കത്തിൽ തന്നെ ഫ്രഷേഴ്സ് ഡേ എന്നങ്ങണ്ട് പറഞ്ഞ് കോളേജിലെ ഡാൻസിങ് ക്വീൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി അലുവയും മത്തിക്കറിയും പോലെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പേട്ട് ഡാൻസും പാട്ടും കൂടി. ആ ഡ്രസ്സ് കണ്ടാല് നമ്മൾ ബാത്റൂമിൽ കയറുന്നത് ചിരിച്ചു പോകും. ഇതൊക്കെ ആര് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തതാണെന്നാണ് മനസ്സിലാകാത്തത്. സീരിയസ് ആയിട്ട് ചെയ്തതാണോ? എന്തൊരു ഉള്ള കോസ്റ്റ്യൂം ആണത്. എന്നിട്ട് കൂടെ അതിന്റെ കൂടെ പടത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ മനസ്സിലായി പടത്തിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്നൊക്കെ. പടത്തിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് കൂട്ടുകാർ അവര് സീനിയേഴ്സുമായിട്ട് അടി ഉണ്ടാക്കുന്നു. അടുത്ത ജൂനിയേഴ്സുമായിട്ട് അടി ഉണ്ടാക്കുന്നു. ഈ അടിക്ക് ഇന്ന കാരണം എന്നൊന്നുമില്ല കേട്ടോ. ചുമ്മാ അങ്ങ് ശത്രുതയാ. എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാരണം, ഇമോഷണലി കണക്ട് ആക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവം വന്നിട്ട് അടിക്കട അവനെന്ന് നമുക്ക് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ പ്രേക്ഷകർക്ക്. അതൊന്നുമില്ല. ഇതിപ്പം ഡാൻസ് കളിച്ചത് കൊണ്ടുള്ള ശത്രുത, റാഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ പോയതിന്റെ ശത്രുത, ഓണത്തിന് മാവേലിയുമായിട്ട് ക്യാമ്പസിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയതിന്റെ ശത്രുത, അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങളാണ്. പിള്ളന്മാരുടെ ഗ്യാങ് ആണെങ്കിൽ അതിലും ഊള ഗ്യാങ്. ഒരു പാവം പിടിച്ച പൂച്ചയൊക്കെ കൊല്ലുന്ന ടൈപ്പ് ഊള പിള്ളന്മാരാണ്. റാഗ് ചെയ്യുക, തല്ലുകൊള്ളുക, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ മെയിൻ. ഒരു നായകൻ ആദം സാദിഖാണ്. നല്ല ലുക്കൊക്കെയുള്ള ഒരു നായകനാണ്. നമ്മുടെ ഓസ്ലറിൽ മമ്മൂട്ടിയുടെ ചെറുപ്പം അഭിനയിച്ച പയ്യനാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ചെയ്തത് ഈ പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യമൊന്നുമില്ല. പിന്നെ ക്യാമ്പസ് പടമാകുമ്പോൾ സ്ഥിരം ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് 98-ല് കുച്ച് കുച്ച് ഹോത്താ ഹൈ തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു പരിപാടിയാണ്. ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഒരു പെങ്കൊച്ച്, അവളിങ്ങനെ സൈലന്റ് ലവർ ആയിരിക്കും നായകന്റെ. നായകനാണെങ്കിൽ ഇഷ്ടം വേറൊരുത്തിയോടായിരിക്കും. ആ സംഭവം തന്നെയാണ് ലാസ്റ്റ് എങ്ങനെയായി തീരും എന്നൊക്കെ നമുക്കറിയാം. ഇതിലും മരിയ എന്നുള്ള ആ ഒരു ക്ലീഷേ ബസ്റ്റി കം കാമുകി റോളിൽ വരുന്നത് ജസ്നിയ എന്ന് പറഞ്ഞൊരു പുതിയ നടിയാണ്. പിന്നെ സാഫ് ബോയിലെ ഇളയ ചെറുക്കനുണ്ടല്ലോ അനു, അടുത്തൊരു നായകൻ റോള്. പിന്നെ അമീന്. ഈ പ്രകമ്പന സിനിമയിൽ അമീനും സാഗർ സൂര്യയൊക്കെ എന്ത് കിടുവായിരുന്നു. അതിന്റെ കേട് മുഴുവനും ഈ പടത്തിൽ തീർത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ അങ്ങനെ കോമ്പോ സീനൊന്നുമില്ല. പ്രകമ്പനത്തിലെ പോലൊന്നുമല്ല കേട്ടോ. അമീനൊക്കെ ഇജാതി വെറുപ്പിക്കലാണ്. ഇക്കിളിയിട്ടാ നമുക്ക് ചിരി തോന്നാത്ത കുറച്ച് കോമഡി ഒക്കെ പറയുന്നുണ്ട്. സാഗർ സൂര്യയുടെ റോളിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. പുള്ളി സത്യം പറഞ്ഞ ഗസ്റ്റ് റോൾ എന്ന് പറയാം. ചുമ്മാ എന്തിടാ അങ്ങനെ ചോദിച്ച് വെറുപ്പിക്കാനും അടിക്കാനും ഒക്കെ ആയിട്ട് ലാസ്റ്റ് ഒരു അരമണിക്കൂർ മാത്രമായിട്ട് ഇങ്ങനെ വന്നു പോകും. ഇച്ചിരിയെങ്കിലും കൊള്ളാവുന്നതായിട്ട് തോന്നുന്നത് ഹരീഷ് ശിവറാമിന്റെ, അതുപോലെ ഒരു ഉസ്താദ് പയ്യനുണ്ട് ആ റോളിൽ വന്ന റിഷ് NK എന്ന പയ്യന്റെയുമാണ്. പിന്നെ ഇവരെല്ലാം കൊണ്ട് മടുത്ത ക്ലീഷേ പ്രിൻസിപ്പൽ റോളിൽ ജോണി ആന്റണിയും ഉണ്ട്. പിന്നെ ഈ കഥയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്നത് പോലെ ഇതിലെ ക്യാൻറ്റീനിലെ ഒരു പുള്ളി വ്ളോഗും നരേഷനും ഒക്കെ പറയുന്നുണ്ട്. എന്തിനാണോ എന്തോ. എന്തെങ്കിലും കാര്യമായിട്ട് ഒരു കഥ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് പോലെ ഒരു സംഭവം ഉണ്ടാകുന്ന അവസാനത്തെ ഒരു അരമണിക്കൂറിലാണ്. അത് തന്നെ 3 Idiots'ല് ഒരു ചെറുക്കൻ ആക്സിഡന്റ് പറ്റുന്ന പോലെയുള്ള ഒരു സീൻ ആക്കാനായിട്ട് നോക്കിയതാണ്. പക്ഷെ അതും പാളിപ്പോയി. പിന്നെ മിനിറ്റിന് പാട്ടുണ്ട് കേട്ടോ. ഗോപി സുന്ദറാണ് മ്യൂസിക്. ഒരു 9-10 പാട്ടങ്ങാണ്ടുണ്ട്. ഒറ്റ എണ്ണം പോലും കൊള്ളത്തില്ല. പാട്ടുകള് ഇത്രയും ശല്യമായിട്ട് തോന്നിയ ഒരു സിനിമ വേറെ ഇല്ലെന്ന് പറയാം. ദോഷം പറയരുതല്ലോ. നല്ല കളർഫുൾ ആണ് സിനിമ കേട്ടോ. ചുമല, പച്ച, മഞ്ഞ, നീല, എല്ലാ കളറും എല്ലാ ഫ്രെയിംസിലും ഉണ്ട്. എഡിറ്റർ ആണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒറ്റ ഷോട്ട് പോലും കളഞ്ഞിട്ടില്ല. എല്ലാം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇമോഷണൽ കണക്ഷന്റെ കാര്യമൊന്നും പിന്നെ
പറയുകയും ചെയ്തത്. കാരണം കൊള്ളാവുന്ന ഒരു കഥയുമില്ല, കഥാപാത്രങ്ങളും ഇല്ല, പിന്നെ എന്ത് കണക്ഷൻ. മൊത്തത്തിൽ ഒരു ക്യാമ്പസിലെ പല ക്ലാസ്സിലുള്ള കുറെ ചെറുക്കന്മാര്, അതിന്റെ കൂട്ടത്തിൽ ഒരു പെങ്കൊച്ച്, ഇവരിങ്ങനെ ഓരോ 2 മിനിറ്റിലും സിഗരറ്റ് വലിക്കുന്നതും ചുമ്മാ അടി ഉണ്ടാക്കുന്നതും മുട്ടിന് പാട്ടും ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് എന്തിനോ വേണ്ടി തിളച്ച ഒരു സാമ്പാറാണ് ഡർബി. ശരിക്കും മാർച്ചിലെ ടോർച്ചർ. ഇത് ക്യാമ്പസ് അല്ല, ക്യാ ബക്വാസ് ഹേ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. കഥയൊന്നും ഇല്ലെങ്കിലും പൊടി, വലി, അടി, പാട്ട് ഇത് മാത്രം വെച്ചൊരു പടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇതിന്റെ അണിയറക്കാർ. അഭിനന്ദനങ്ങൾ. ആ ക്ലാസ്മേറ്റ്സോ പ്രേമോ ജോണി വാക്കറോ ചാമരമോ എല്ലാം യൂട്യൂബിൽ ഒന്നുകൂടെ കണ്ടാൽ മതിയായിരുന്നു. എന്റെ ഭാഗത്തും തെറ്റുണ്ട്.